പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ, എംനോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി ഇന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 25 പ്രത്യേകതകളിലൂടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇഗ്നോ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആവുന്നത് എന്നുള്ള വിഷയമാണ് ഇന്ന് ആധികാരികമായി താങ്കളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായി നമുക്ക് വാച്ച് ചെയ്യാം. വീഡിയോയിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു. Hello friends, do you wish to pursue higher studies while in job? Or pick up your higher studies after a gap? Here is IGNOU, Indira Gandhi National Open University, a world-class university that gives you an opportunity to fulfill your dreams. IGNOU provides a wide range of programs that help you in getting a job or attain higher knowledge. IGNOU provides the best course materials prepared by national level faculty. You will get a lot of flexibility while pursuing a program. And not only this, you can pursue 2 programs simultaneously as per the latest UGC guidelines. IGNOU has a placement cell which gives an opportunity to the successful learners to connect to the employer institutions. The teaching learning process follows a multiple media approach that includes self-learning material, audio-video programs, teleconferencing, interactive radio counseling, etc. We also connect to you through social media such as YouTube, Facebook Live, and the like. So friends, come and join the program of your interest and enjoy the process of learning through IGNOU. പ്രിയപ്പെട്ടവരെ, ഇഗ്നോ നൽകിയ ഈ 1 മിനിറ്റ് 36 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ താങ്കൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. എന്നിരുന്നാലും വളരെ വേഗത്തിൽ ചില വസ്തുതകൾ പറഞ്ഞു പോയത് കൊണ്ട് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ നമ്പർ 1 യൂണിവേഴ്സിറ്റിയായി ഇഗ്നോ അറിയപ്പെടുന്നത് എന്നുള്ള ഒരു ആശങ്ക താങ്കളിൽ ഉണ്ട്. അല്ലെങ്കിൽ ആശങ്കയല്ല, അത് അറിയാനുള്ള അന്വേഷണ വാഞ്ച താങ്കളിലുണ്ട്. അതിന് ഞാൻ പ്രകീർത്തിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. എന്തുകൊണ്ടാണ് ഇഗ്നോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്പർ 1 എന്നുള്ള റാങ്കിൽ ഉള്ളത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. CBSE സ്കൂളുകൾ സെൻട്രൽ സ്കൂളുകൾ ആയതുപോലെ ഇന്ത്യ മുഴുവനും ഒരേ വ്യാപ്തിയിൽ, ഒരേ വിസ്തൃതിയിൽ, ഒരേ അർത്ഥത്തിൽ ഇന്ത്യ മുഴുവനും സെയിം കരിക്കുലത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇഗ്നോ ഇന്ത്യ മുഴുവനും വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ്, ഇന്റർനാഷണൽ സാന്നിധ്യം, അന്തർദേശീയമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. UGCയുടെ പ്രത്യേക മാനദണ്ഡ പ്രകാരം ഇപ്പോൾ ഇഗ്നോ അടക്കം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും യൂണിഫോം കരിക്കുലമാണ് ഉള്ളത്. ഒരേ പഠന രീതി, പാഠ്യ പദ്ധതി, പഠനശാസ്ത്രം അല്ലെങ്കിൽ സിലബസ് ആണ് ഉള്ളത്. പക്ഷേ UGC നിഷ്കർഷിക്കുന്ന ലെവലിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിലാണ് ഇഗ്നോ നടപ്പിലാക്കുന്നത്. ഒരു ഡിഗ്രി പ്രോഗ്രാമിലെ നോർമൽ ഡിഗ്രി പ്രോഗ്രാം അഥവാ ജനറൽ പ്രോഗ്രാമിന് 120 ക്രെഡിറ്റ് വേണം എന്ന് UGC പറയുമ്പോൾ ഇഗ്നോ 132 ക്രെഡിറ്റ് നൽകുകയാണ്. 130 ക്രെഡിറ്റ് മതി എന്ന് പറയുന്ന ഒരു ഓണേഴ്സ് പ്രോഗ്രാമിന് ഇഗ്നോ 148 ക്രെഡിറ്റ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ പഠന പ്രവർത്തന രീതി UGCയുടെ പ്രവർത്തനത്തെക്കാൾ കുറച്ചും കൂടി വലുതായതുകൊണ്ട് ഇഗ്നോയുടെ പ്രവർത്തനങ്ങളിലെ വളരെ വ്യാപ്തി മനസ്സിലാക്കി UGC മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും
കൊടുത്തിരിക്കുന്ന ആ നിയന്ത്രണത്തിൽ നിന്ന് ഇഗ്നോ എന്നുള്ള ആ ഒരൊറ്റ സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിനേക്കാൾ ഉയരത്തിലാണ്. അതുകൊണ്ട് ഇഗ്നോയ്ക്ക് സെൻട്രൽ UGCയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട എന്നല്ല, ഇല്ല എന്നല്ല, മറിച്ച് അതിനേക്കാൾ ഉയരത്തിലാണ് ഇഗ്നോ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UGCയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഇഗ്നോ പാലിക്കുന്നു. മാത്രമല്ല ഇഗ്നോയുടെ ടെർമിനോളജി തന്നെയാണ് UGCയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവ രണ്ടും ബായി എന്നുള്ള ഒരു ചങ്ങാതിമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ, 25 തെളിവുകളാണ് ഞാൻ നൽകുന്നത്. പ്രസക്തമായ നമ്മുടെ ചോദ്യം ഇതാണ്: ഇഗ്നോ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആകുന്നത് എങ്ങനെയാണ് ഇഗ്നോ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയി ഈ ലോകത്ത് തലയെടുപ്പോടുകൂടി പ്രവർത്തിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു കിരീടം ചൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയായി ഇഗ്നോ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള 25 ഉത്തരമാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഒന്ന്, പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തലവൻ ആയിട്ടുള്ള, ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഒന്നാമത്തെ പ്രഥമ പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ ആദരണീയയും ബഹുമാന്യയുമായ ശ്രീമതി ദ്രൗപദി മുർമു അവർകളാണ് ഇഗ്നോയുടെ ഒന്നാമത്തെ ലീഡർഷിപ്പിലുള്ള വിസിറ്റർ എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റീസ്. ഇഗ്നോയിലെ അതോറിറ്റീസിനെ പറ്റിയാണ് ഈ ഒരു പേജിൽ പറയുന്നത്. ഇഗ്നോയുടെ അതോറിറ്റീസിലെ ഏറ്റവും ആദ്യം നമ്മൾ പ്രതിപാദിക്കുന്നത് വിസിറ്റർ. അത് നമ്മുടെ ഓണറബിൾ ബഹുമാന്യയായ രാഷ്ട്രപതിയാണ് എന്ന് മനസ്സിലാക്കുക. നാക്കിന്റെ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ഏറ്റവും പരമമായ അംഗീകാരം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ റാങ്ക് എന്ന് പറയുന്നത് A++ ആണ്. ഇനി താങ്കൾ ഈ വീഡിയോ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന യൂണിവേഴ്സിറ്റികൾ, ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ അറിയാവുന്ന യൂണിവേഴ്സിറ്റികൾ ഒന്ന് എടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ മനസ്സിലാക്കുക, യൂണിവേഴ്സിറ്റിയുടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും കൃത്യമായി അതിന്റെ നാക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ഏതൊക്കെയാണോ മനോഹരം എന്ന് വിചാരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം റാങ്ക് നോക്കുക. അവ ഒന്നിലോ ഈ അടുത്ത കാലത്ത് A++ കിട്ടിയതായിരിക്കും. പക്ഷെ 2 കൊല്ലം മുമ്പേ ഇഗ്നോ 2020 മുതൽ തന്നെ ഇഗ്നോ A++ ഗ്രേഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിന് ഒന്നാമത്തെ ഭരണ തലവൻ എന്ന് പറയുന്നത്, വിസിറ്റർ എന്ന് പറയുന്നത് ശ്രീമതി ദ്രൗപദി മുർമു അവർകളാണ്. ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ്. 26 ജൂലൈ 22 ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ആണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. മാത്രമല്ല ഇഗ്നോ അവാർഡഡ് ഫസ്റ്റ് rank under the category CFI's non-technical ARIIA 2021 award by the Ministry of Education, Government of India. ARII എന്ന് പറയുന്നത് Atal റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നവേഷൻസ് അച്ചീവ്മെന്റ്. അപ്പൊ ഏറ്റവും വലിയ നോൺ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയിരിക്കുന്ന ഒന്നാമത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ താങ്കളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഇന്നവേഷൻ സെല്ല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ എല്ലാം BTech MTech എല്ലാം അംഗീകരിക്കുന്ന, MBA എല്ലാം അംഗീകരിക്കുന്ന കൗൺസിൽ, ഇവ സംയുക്തമായി നൽകിയിരിക്കുന്നതാണ് ATAL റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നവേഷൻസ് അച്ചീവ്മെന്റ് എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ്സ് ആണ്. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് റാങ്ക്ഡ് ഫസ്റ്റ് അണ്ടർ ദ കാറ്റഗറി CFIS നോൺ ടെക്നിക്കൽ ഇൻ Atal ranking of institutions on innovation achievement ARIIA 2021, a flagship program of the Ministry of Education, Government of India, 29th December 2021 ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ പുരസ്കാരം വാങ്ങിയുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് താങ്കൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്നതാണ് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട്. ലോകം മുഴുവനുമുള്ള ഇഗ്നോ പഠിതാക്കൾക്ക്
ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനുമുള്ള പഠിതാക്കൾക്ക് നവൃതി എന്നുള്ള രൂപത്തിൽ NCIDE വിർച്വൽ റിസോഴ്സ് ആൻഡ് ഇൻക്യുബേറ്റർ ഫോർ എന്റർപ്രണർഷിപ്പ് ട്രെയിനിങ് ആൻഡ് ഇന്നോവേഷൻസ് നൽകുന്ന നിർവൃതി. ഇറ്റ് ഈസ് വൺ സ്റ്റോപ്പ് പോർട്ടൽ ഫോർ ഇഗ്നോ സ്റ്റുഡൻസ്. ഇഗ്നോ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രത്യേക പോർട്ടലാണ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇന്നോവേഷൻ സ്റ്റാർട്ടപ്സ് ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഓരോ പഠിതാക്കളും ആരൊക്കെയാണോ പുതിയത് കണ്ടെത്താനും പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യാനും പുതിയത് നവയുഗ സൃഷ്ടിക്ക് വേണ്ടി ഈ ഭാരതത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കാൻ തയ്യാറാകുന്നു, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് നൽകുന്ന മഹത്തായ സ്ഥാപനമാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക. വ്യാസ് വെബ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അതിനെ ഇനേബിൾ ചെയ്യുന്ന അക്കാഡമിക്കുള്ള പഠനക്രമത്തിനുള്ള ഒരു വലിയ സപ്പോർട്ട് നൽകുന്നതാണ് വ്യാസ് എന്നുള്ള പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ടിന്റെ വിശദീകരണമാണ്. വെൽക്കം ടു വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് വ്യാസ്. വെബ് ഇനേബിൾഡ് അക്കാഡമിക് support community known as VYAS is a scheme initiated by NCIDE with the aim to provide an interactive one-stop program portal that will help the students in getting academic support on the program they are enrolled in. പൊതുവെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അറിയാത്ത ചില പ്രത്യേക മേഖലകളാണ്. നിങ്ങൾ പരമ്പരാഗതമായ രീതിയിലെ ക്ലാസ്സുകളെയാണ് ഇപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അധ്യാപകൻ എന്റെ മുമ്പിൽ വരും, അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ് വരും, അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് എന്റെ മുമ്പിൽ വന്ന് പറയും, അല്ലെങ്കിൽ ഒരു മെമ്മോ ബുക്കും കൊണ്ട് ഒരു പ്യൂൺ വന്നിട്ട് ക്ലാസ്സിലെ അധ്യാപകൻ നിങ്ങളോട് പരസ്യപ്പെടുത്തും. അപ്പോൾ മാത്രമാണ് ഞാൻ കാര്യം അറിയുക. താങ്കൾക്ക് തെറ്റിപ്പോയി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഒരു വിദ്യാർത്ഥിയാണ് താങ്കൾ ആകുന്നത്. താങ്കളുടെ അടുത്തേക്ക് ഇഗ്നോ ഇതെല്ലാം തന്നെ വെബ് ഇനേബിൾഡ് ആയി നൽകിയിരിക്കുന്നു. റീജിയണൽ സെന്ററുകളിലൂടെ നൽകിയിരിക്കുന്നു, സ്റ്റഡി സെന്ററുകളിലൂടെ നൽകിയിരിക്കുന്നു. ഇത് ഓരോ പ്രാവശ്യവും വളരെ കൃത്യമായി അക്കമിട്ട് എണ്ണി പറഞ്ഞ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ നോട്ട്സിലൂടെ ഇത് താങ്കളെ അറിയിക്കാറുണ്ട്. ഇതെല്ലാം ഈ കാണുന്ന ഓരോ സിംബൽസും ഈ കാണുന്ന ഓരോ പിക്ചേഴ്സും തന്നെ ഇഗ്നോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രക്രിയയാണ്. വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നിങ്ങൾ വെബ് ഇനേബിൾഡ് ആക്ടിവിറ്റീസിലായിരിക്കണം. മറ്റുള്ള ഒരു പാരലൽ കോളേജിനോ ഒരു അൺഎയ്ഡഡ് കോളേജിനോ കൊടുക്കുന്ന ഫീസിന്റെ ഒരു ചെറിയ അംശം ഉപയോഗിച്ച് എന്തുകൊണ്ടും ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരു PCയോ സംഘടിപ്പിച്ച് താങ്കൾക്ക് വളരെ മനോഹരമായ ഇത്തരത്തിലുള്ള ബിരുദാനന്തര ബിരുദങ്ങളിലേക്ക് താങ്കൾക്ക് പോകാം. കേവലം ഒരു ചെറിയ മൊബൈലിലൂടെ ഉള്ള ഒരു പഠന പ്രക്രിയ താങ്കൾക്ക് വലിയ എഫേർട്ട് ഉണ്ടാക്കും. ശാരീരികമായിട്ടുള്ള ഡിസോർഡേഴ്സിന് സാധ്യതകളാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ട്യൂഷൻ ഫീസ് കൃത്യമായി നിങ്ങൾ ഒരു ലാപ്ടോപ്പോ PCയോ വാങ്ങിച്ച് നിർബന്ധമായും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് പോയാൽ ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റുഡന്റിന്റെ റാങ്കിൽ താങ്കൾക്ക് ഉൾപ്പെടാൻ കഴിയും. മാത്രമല്ല ആ ലാപ്ടോപ്പ് താങ്കൾക്ക് സ്വന്തമായിരിക്കും. മറ്റൊരു ഫീസ് നിങ്ങൾ ഒരു അൺഎയ്ഡഡ് കോളേജിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഫീസ് പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. വെറും ഒരു റെസിപ്റ്റ് മാത്രമായിരിക്കും, ഒരു തുണ്ട് കടലാസിലെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് ലൈഫ് ലോങ് താങ്കളുടെ കൈകളിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു PC ഉണ്ടാകും. പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങളുടെ മൊബൈലിലെ നെറ്റ് പോർട്ട് ചെയ്ത് താങ്കൾക്ക് ഇതെല്ലാം തന്നെ പഠന പ്രക്രിയയിൽ ഏർപ്പെടാവുന്നതാണ്. ഇഗ്നോയിലെ അലുമിനി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു ആശയമാണ്. ഞാൻ ഇഗ്നോയിലെ ഒരു അലുമിനിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഇഗ്നോയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് നമ്മൾ പറയും, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓസ എന്നൊക്കെ പൊതുവെ ചില സംസ്ഥാനങ്ങളിൽ ചില ജില്ലകളിൽ പറയാറുള്ളതാണ്. ഇവിടെ ഇഗ്നോ അത് നാഷണൽ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് കണക്ടിങ് ടുഗദർ ടു അച്ചീവ് ഗ്രേറ്റർ ഹൈറ്റ്സ്, ഉയരങ്ങളുടെ ഏറ്റവും വലിയ ഉയരങ്ങൾ എത്തിപ്പെടാനുള്ളതാണ് ഇഗ്നോ അലുമിനി അഥവാ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. അത് നമുക്ക് ഇഗ്നോ വളരെ മനോഹരമായി നമുക്ക് നൽകുന്നു. നമ്മൾ ഇഗ്നോയിലെ വിദ്യാർത്ഥി ആയിരുന്നതിന് ശേഷവും
നമുക്ക് നൽകുന്ന വലിയ ഒരു സപ്പോർട്ടാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അക്രോസ് ദ വേൾഡ് ലാർജസ്റ്റ് അലുമിനി നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏകദേശം 34 ലക്ഷത്തോളം കുട്ടികൾ ഉള്ള മഹത്തായ ഒരു പ്രോഗ്രാമാണ് ഇഗ്നോയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 34 ലക്ഷത്തോളം കുട്ടികളുള്ള അംഗങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനത്തില് ദാറ്റ് മേക്സ് ഇറ്റ് ദ സിംഗിൾ ലാർജസ്റ്റ് അലുമിനി നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അലുമിനിയാണ് ഇഗ്നോ അലുമിനി എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളിലെ ഒരു ഗവേഷകൻ, നിങ്ങളിലെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു പ്രത്യേക ഉദ്ദേശം നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ കൊണ്ടുവരുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലക്ക്, ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി എന്നുള്ള നിലക്ക് ഒരു ഉദ്യമി, ഒരു ഉദ്യമത്തിന്, ഒരു പ്രവർത്തനത്തിന് തയ്യാറാകുന്ന താങ്കൾ ഇനീഷ്യേറ്റീവ് ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത്, ആത്മനിർഭർ ഭാരത് എന്നുള്ള രൂപത്തിലേക്ക് ഇഗ്നോയിലെ വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇഗ്നോ ഉദ്യമി എന്നുള്ള ഒരു പ്രോഗ്രാം വളരെ മനോഹരമായി കൊണ്ടു നടത്താനുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഈ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഉദ്യമം, പലതരത്തിലുള്ള മേഖലകൾ, അത് ശാസ്ത്ര മേഖലകളായിക്കോട്ടെ, കലാപരമായ മേഖലകളായിക്കോട്ടെ, സംഗീതപരമായ മേഖലകളായിക്കോട്ടെ, മാനേജ്മെന്റ് മേഖലയിലായിക്കോട്ടെ, നിയമ മേഖലയിലായിക്കോട്ടെ, കാർഷിക മേഖലയിലായിക്കോട്ടെ, ഏത് മേഖലയിലാണെങ്കിലും തന്നെ അവിടെ എല്ലാം നിങ്ങൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ഉദ്യമങ്ങൾ, പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ഒരു വലിയ ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താനുമുള്ള ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റിക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. വേണമെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി താങ്കൾ കണ്ടു നോക്കൂ. ഈ പറയുന്ന 25 എണ്ണത്തിൽ ഏതൊക്കെയാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മുബാറക് മാസ്റ്റർ ഇഗ്നോ 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 എന്ന് ഏകദേശം 1000-ഓളം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. മറ്റൊരു വലിയ ഒരു സംഗതിയാണ് സ്റ്റോറീസ് ഓഫ് ഇന്നവേഷൻ ബൈ ഇഗ്നോ സ്റ്റുഡൻസ്. ഒരു ചെറിയ നിസാരമായ ഒരു ആപ്പിൾ വീഴ്ചയിൽ നിന്നാണ് ഈ ലോകത്തിലെ ഭൂഗുരുത്വാകർഷണം അഥവാ ജി എന്നുള്ള ഗ്രാവിറ്റി എന്നുള്ളതിനെ പറ്റി കണ്ടുപിടിക്കാൻ പറ്റിയത്. നൂതനമായ കുറെ ആശയങ്ങൾ താങ്കളുടെ ഉള്ളിലും ഒളിച്ചിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള താങ്കളുടെ ആശയങ്ങളെ വിശദീകരിച്ചുള്ള കഥകളായി, ശാസ്ത്ര കഥകളാക്കി താങ്കൾക്ക് മാറ്റാനുള്ള, ഇത് വെറും കേവലം സാങ്കല്പിക കഥകളല്ല, യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള കഥകളെ സ്റ്റോറീസ് ഓഫ് ഇന്നവേഷൻസ് ബൈ ഇഗ്നോ സ്റ്റുഡൻസ് നൽകുന്നതാണ്. യു ആർ ആൻ ഇന്നവേറ്റർ, ഷെയർ യുവർ സ്റ്റോറി എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് ഇങ്ങനെ ഒരു വലിയ ലോകം മുഴുവനും കാണുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു കൊല്ലം 34 ലക്ഷം കുട്ടികളെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ കോടിക്കണക്കിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ രാജ്യത്ത് ഇഗ്നോയിലെ സ്റ്റുഡൻസ് നമ്മുടെ ഇടയിൽ ഉണ്ട്. ഏകദേശം ഒരു 2 കോടിയോളം സ്റ്റുഡൻസ് എങ്കിലും ഇഗ്നോ ഇതുവരെ തന്നെ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു 10% മാത്രം മതി നമുക്ക് ഇത്തരത്തിലുള്ള വലിയ ശാസ്ത്ര ലോകത്തെ കീഴ്പ്പെടുത്താനുള്ള ആശയം എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല നമ്മൾ പാർശ്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്റ്റുഡൻസ് ഓഫ് സ്പെഷ്യൽ നീഡ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുഗമ്യ പുസ്തകാലയ എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം, 27 ലക്ഷത്തോളം പുസ്തകങ്ങൾ, മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ഇന്ത്യയുടെ ലാർജസ്റ്റ്, ഏറ്റവും വലിയ ഓൺലൈൻ ലൈബ്രറി ഫോർ ബ്ലൈൻഡ് ആൻഡ് പ്രിന്റ് ഡിസേബിൾഡ്. കൃത്യമായി പ്രിന്റ് ചെയ്തിട്ടുള്ള സംഗതികൾ വായിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ അതിനെ ബ്ലൈൻഡ് എന്നും പറയാം, ബ്ലൈൻഡ് അല്ലാത്തതും ഉള്ളത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ. മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ അവർക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്. അപ്പൊ നേത്ര പരിരക്ഷ എന്നുള്ളതിൽ ഉപരി തന്നെ പ്രിന്റ് ഡിസേബിൾഡ് എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ കൃത്യമായി പറയുന്നു. സുഗമ്യ ഭാരത് അഭിയാൻ
എന്നുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് സുഗമ്യ പുസ്തകാലയ എന്നുള്ള ഈ ഒരു സംഗതിയിലേക്ക് ഇന്ത്യസ് ലാർജസ്റ്റ് ഓൺലൈൻ ലൈബ്രറി ഫോർ ബ്ലൈൻഡ് ആൻഡ് പ്രിന്റ് ഡിസേബിൾസ് ഏകദേശം 27 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, നിങ്ങൾ ഏത് വിഭാഗത്തിലെ കുട്ടികളായിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ ഇപ്പോൾ ഇഗ്നോയിൽ ജസ്റ്റ് ചേരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചേർന്നിട്ടില്ല, ചേരാൻ ആഗ്രഹിക്കുന്നു, ഈ നിമിഷം താങ്കൾ ഇഗ്നോയ്ക്ക് ഒരു പൈസ പോലും മുടക്കിയിട്ടില്ലെങ്കിൽ പോലും ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ഒരു ലിങ്കിൽ പോയാൽ വെറുതെ ജസ്റ്റ് ഇഗ്നോ നമ്മൾ സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ഈ ഗ്യാൻ ഘോഷ്, ഇത് തന്നെയാണ് അക്ഷരം, ഈ ഗ്യാൻ ഘോഷ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്താൽ താങ്കൾക്ക് ഈ കാണുന്നതെല്ലാം കിട്ടും. എന്താണ്? ദ ഇലക്ട്രോണിക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഫോർ ഡിഫറെന്റ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സസ്. ഈ ജനറൽ പ്രോഗ്രാമിലെ കുട്ടികൾക്ക്, ഓണേഴ്സ് പ്രോഗ്രാമിലെ കുട്ടികൾക്ക്, സ്പെഷ്യൽ പ്രോഗ്രാമിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ FB ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ക്ലാസ്സസ്, സ്വയം കോഴ്സസിന്റെ കണ്ടന്റ്, യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ, ഇന്ത്യൻ ജേർണൽ ഓഫ് ഓപ്പൺ ലേണിംഗ് എന്നുള്ള ആ ഒരു സംഭവം, യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ്, ഇതെല്ലാം ലഭിക്കുന്ന ഈ ഗ്യാൻ ഘോഷ് ഗ്യാൻ എന്ന് പറഞ്ഞാൽ അറിവ്, ഘോഷ് എന്ന് പറഞ്ഞാൽ നിധി, അറിവിന്റെ നിധി എന്നുള്ള ഈ ഒരു ഭണ്ഡാരത്തിലേക്ക്, ഈ ഒരു ട്രഷറിയിലേക്ക് താങ്കൾക്ക് പോകാം. ഇത് ലോകത്തിലെ മറ്റു ഒരു യൂണിവേഴ്സിറ്റിയും ചെയ്യാത്ത മഹത്തായ ഒരു പാരമ്പര്യമാണ്. നിങ്ങൾ ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ താങ്കൾക്ക് ഇപ്പോൾ തന്നെ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അതാണ് ഇഗ്നോ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആകുന്നത്. കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് സൗജന്യമായും അല്ലെങ്കിൽ നേരത്തെ പുസ്തകം തരുന്ന യൂണിവേഴ്സിറ്റി? ഡൗൺലോഡ് ചെയ്യാതെ താങ്കൾക്കാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, താങ്കൾക്കല്ലേ അത് അറിയായിക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, ഇങ്ങനെ ചൂണ്ടുന്നതിന് മുമ്പ്, ഇങ്ങനെ ചൂണ്ടുമ്പോൾ ഓർക്കുക, ചിലപ്പോൾ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ഓർക്കുക, ഒരു വിരൽ താങ്കളിലേക്കും ഒരു വിരൽ മുന്നിലുള്ള വ്യക്തിക്കും 3 വിരൽ താങ്കളിലേക്കും ഒരു വിരൽ ആകാശത്തേക്കുമാണ് ചൂണ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മറ്റൊരാളെ ഒന്ന് നമ്മൾ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നിനക്കെതിരെ ചൂണ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി സൂക്ഷ്മത പുലർത്തുക എന്നാണ് ഈ പറഞ്ഞു വന്നത്. ഇഗ്നോ ഇന്ത്യയിലെ, ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആകാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അതിന്റെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ സൗജന്യമായി ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരു ചെറിയ മൊബൈലിൽ ഇത്തരത്തിലുള്ള ഒരു പ്രിന്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ 2 കൊല്ലം കഴിയുമ്പോൾ, ഒരു PG കഴിയുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ കണ്ണിന് ചില ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിയുന്നതിനുള്ളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നേത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ലാപ്ടോപ്പോ ഒരു PCയോ വാങ്ങുക, എന്ത് വില കൊടുത്തും വാങ്ങുക. അത് ഭാവിയിൽ താങ്കൾക്കൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതിലൊരു 25,000-ഓ 30,000-ഓ 50,000-ഓ ചിലപ്പോൾ 15,000 രൂപ, ഇതിനെല്ലാം നമുക്ക് 10,000-ത്തിനെല്ലാം നല്ലൊരു PC കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. 10,000 രൂപയ്ക്ക് നല്ല ഒരു PC കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള PCകളെല്ലാം വാങ്ങിച്ചാൽ, നമുക്ക് ഒരു ഡെസ്ക് ടോപ്പ് നമുക്കൊന്ന് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ, പേഴ്സണൽ കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിയ ക്ലാസ് മുറികളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. വലിയ ലോകം നിങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് വരികയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റ് ഇപ്പൊ ഞാൻ 10 സംഗതികളാണ് താങ്കളുടെ മുമ്പിൽ പറഞ്ഞത്. 11ാമത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി, എംപവറിംഗ് ഇന്ത്യയെ ശാക്തീകരിക്കുകയാണ് ത്രൂ ഡിജിറ്റൽ ലേണിംഗ്. മുമ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ലേണിംഗ് എന്നുള്ളതായിരുന്നു. ഫേസ് ടു ഫേസ് ലേണിംഗ് കൊടുക്കാൻ ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഇടയിൽ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, 6 ലക്ഷം കുട്ടികൾ +2, പോളിടെക്നിക്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ITIയിലൂടെ 10ാം ക്ലാസ്സിന് ശേഷം വരുന്ന 6 ലക്ഷം കുട്ടികളിൽ 4 ലക്ഷം കുട്ടികൾക്ക് പകരം വെറും, കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്, 4 ലക്ഷം കുട്ടികളിൽ 40,000 കുട്ടികൾക്ക് പോലും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ സീറ്റില്ല.
10%. പിന്നെ ഉള്ള ഒരു 30% കുട്ടികൾ അൺഎയ്ഡഡ് വിഭാഗത്തിൽ പോകും. 75% താഴെ മാർക്കുള്ള ഒരാൾക്കും, പ്രത്യേകിച്ച് പ്രായപരിധി ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ള മുതിർന്ന ആൾക്ക് ഒരു കാരണവശാലും കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാറില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇഗ്നോ എന്നുള്ളത് പണ്ട് പറഞ്ഞിരുന്ന ആ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് മാറി, പിന്നീട് തമിഴ്നാട് ലോബിയൊക്കെ പറഞ്ഞിരുന്ന കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് മാറി, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള ലെവലിലേക്ക് വന്നിരിക്കുന്നു. അവിടെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഓൺലൈൻ മാത്രമുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല, 100% യോജിക്കുന്നില്ല. അതിൽ മറഞ്ഞിരിക്കുന്ന കുഞ്ഞ് സ്റ്റാറുകളുണ്ട്. കണ്ടീഷൻസ് അപ്ലൈ. നമ്മൾ സാധാരണ ഓരോന്നും ബാങ്കിലെ 10% പലിശ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ ഒരു കുഞ്ഞ് സ്റ്റാർ വെച്ചിട്ടുണ്ടാവും. കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളതാണ്. അതിന് പല കണ്ടീഷൻസ് ഉണ്ടാവും. ഇത് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് നമ്മുടെ മുമ്പിൽ ഇല്ല. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഈ ഡിജിറ്റൽ ലേണിംഗിനെ സ്വായത്തമാക്കുന്നതാണ്. അത് ഓൺലൈൻ മെത്തേഡുമാണ്, ഫേസ് ടു ഫേസ് മെത്തേഡുമാണ്, പ്രിന്റഡ് മെത്തേഡുമാണ്. അത് മൂന്നും ഉള്ളതാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. ODL മെത്തേഡ് ആയിരിക്കും താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലത് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, തുടരെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്, ഈ വീഡിയോയുടെ മധ്യത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയുന്ന നമ്പറിലേക്ക് താങ്കൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അഡ്മിഷന് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തന്നിരിക്കും. അപ്പൊ എംപവറിംഗ് ഇന്ത്യ ത്രൂ ഡിജിറ്റൽ ലേണിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഓൺലൈൻ പ്രോഗ്രാമുകൾ നൽകുന്നു. പക്ഷെ ഓൺലൈൻ പ്രോഗ്രാമുകൾ താങ്കൾ ചെയ്യണമെന്ന് ഞാൻ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓൺലൈൻ സർവീസസ് ഉണ്ട്, അത് എല്ലാം നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മുബാറക് മാസ്റ്ററോട് ചോദിക്കുക, കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. മറ്റ് സുപ്രധാനമായ ഒരു സംഗതി, ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ടാബിന്റെ, നിങ്ങളുടെ ലാപ്പിന്റെ, നിങ്ങളുടെ മൊബൈലില്, ഫിംഗർ ടിപ്പില്, നിങ്ങളുടെ വിരൽ തുമ്പില് ഈ ഒരു ഉപകരണത്തിലാണ് ലേണിംഗ് ഉള്ളത്. പണ്ട് അധ്യാപകൻ ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ച് ക്ലാസ് മുറികളിലെ ഒരു വലിയ ഡയസിൽ വന്ന് നിന്ന് സംസാരിച്ച് നിങ്ങൾ അപ്പുറത്ത് ഇരുന്ന് 60 പേര് വിവിധ ബെഞ്ചിലും ഡെസ്കിലും ഇരുന്ന് താളാത്മകമായി സംഗീതാത്മകമായി ക്ലാസുകൾ കേൾക്കുന്ന ആ ഒരു കാലഘട്ടമല്ല. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, ഏത് മേഖലയിലുമാണെങ്കിലും ശരി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൾട്ടിമീഡിയ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അസസ്മെന്റുകളിലൂടെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് നടത്തി ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നടത്തി നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു പുതിയ ലോകത്തിലാണ് ഇഗ്നോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 യൂണിവേഴ്സിറ്റിയായി ഇഗ്നോയെ നമുക്ക് പറയാം. മറ്റൊന്ന്, ഫുൾഫില്ലിംഗ് എഡ്യൂക്കേഷണൽ ഡ്രീംസ്. താങ്കളിലെ ഒരു വിദ്യാഭ്യാസ സ്വപ്നത്തെ വളരെ നന്നായി ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ഏകോപിപ്പിക്കുകയും അതിനു വേണ്ട എല്ലാ കൈത്താങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ളത് പ്രധാനപ്പെട്ട 3 സംഗതിയാണ്. ഒന്ന്, നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. മറ്റൊന്ന്, ഉടനെ തന്നെ ജോലി. മറ്റൊന്ന്, ഏറ്റവും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകണം. ആ റിസൾട്ടിലൂടെ നല്ല ഒരു ജോലി ഉണ്ടാകണം. ആ ജോലിയിലൂടെ പെട്ടെന്ന് ഒരു നല്ല വളർച്ചയുണ്ടാകണം. അത് രാജ്യത്ത് അറിയപ്പെടുന്ന തരത്തിലുമായിരിക്കണം. താങ്കളിലെ ശക്തി ഉണ്ടാകണം, താങ്കളെ എംപവർ ചെയ്യണം. അങ്ങനെയുള്ള താങ്കളുടെ സ്വപ്നത്തിന് എന്നും കരുത്തേകുന്നത് ഇഗ്നോ ആണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സുപ്രധാനമായ സംഗതി, നിങ്ങൾ ഏത് അകലത്തിലായിക്കോട്ടെ, പഠിതാവ് ഒരു അകലത്തില് വിഷയം പഠിപ്പിക്കുന്ന ഒരാൾ, അതായത് ലേണർ ഒരു ഭാഗത്തും സ്റ്റുഡന്റ് അല്ലെങ്കിൽ ടീച്ചർ മറ്റൊരു ഭാഗത്തും, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ലാതെ അവരെല്ലാവരെയും ഡിസ്റ്റൻസിലാണെങ്കിലും ഏകോപിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഈ ഒരു മെത്തേഡിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആസാമിലാകാം, കേരളത്തിലാകാം, ചിലപ്പോൾ കൽക്കത്തയിലാകാം, ചിലപ്പോൾ രാജസ്ഥാനിലാകാം, ചിലപ്പോൾ മധ്യപ്രദേശിലാകാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു ഭാഗത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ കാശ്മീരിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് മറ്റൊരു രാജ്യത്തായിരിക്കാം. എവിടെയാണെങ്കിലും താങ്കളുടെ അകലത്തിൽ ഒരു പാലം നിർമ്മിക്കുകയാണ് ഇഗ്നോ. 2 കൂട്ടരെ, ആരൊക്കെ? ലേണറിനെയും അക്കാഡമിക് കൗൺസിലറിനെയും ഒന്നിപ്പിക്കുന്ന ഒരു പാലമാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സുപ്രധാനമായ സംഗതി,
കണക്റ്റിംഗ് ഓൺലൈനിലൂടെ ലേണിംഗ് ബിയോണ്ട് ബോർഡേഴ്സ്, എല്ലാ വിഭാഗത്തിലെ ആളുകളുമായുമുള്ള ഒരു ചങ്ങാത്തം. ഇന്ത്യക്കാരൻ എന്നുള്ളതിലുപരി അവൻ ഒരു കനേഡിയൻ ആയിക്കോട്ടെ, ഒരു നൈജീരിയൻ ആയിക്കോട്ടെ, ഒരു അമേരിക്കക്കാരൻ ആയിക്കോട്ടെ, ഒരു ബ്രിട്ടീഷ് പൗരൻ ആയിക്കോട്ടെ, ഒരു റഷ്യൻ പൗരൻ ആയിക്കോട്ടെ, ഒരു ശ്രീലങ്കൻ പൗരൻ ആയിക്കോട്ടെ, ഒരു ഇറാനിയൻ പൗരൻ ആയിക്കോട്ടെ, ഒരു ബംഗ്ലാദേശ് പൗരനായിക്കോട്ടെ, ഒരു ഭാരത പൗരനായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാവരെയും ഏകോപിച്ചു കൊണ്ടുപോകുന്നത് ബിയോണ്ട് ദ ബോർഡേഴ്സ്, പരിധികൾക്ക് അപ്പുറത്താണ് ഇഗ്നോയിലെ ലേണിംഗ് മെത്തഡോളജി എന്ന് മനസ്സിലാക്കുക. എനി ടൈം എനിവേർ ലേണിംഗ്. ഏറ്റവും വലിയ 17ാമത്തെ പ്രത്യേകത, എനി ടൈം, താങ്കൾ ഏത് സമയത്തും 24/7/365 ഡേയ്സ് താങ്കൾക്ക് പഠിക്കാം, നോ എൻഡ്. താങ്കളുടെ സൗകര്യത്തിന് ഏറ്റവും വലിയ മുൻതൂക്കം. മറ്റു കോളേജ് പൂട്ടിയതുപോലെ ഈ കോളേജ് പൂട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതൊരു വിശ്വവിദ്യാലയമാണ്. എല്ലാവർക്കും എപ്പോഴും 24, നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്തിലെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ജാഗരൂകരായി പ്രവർത്തന സജ്ജമാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഏതൊരു മേളയിലാണെങ്കിലും, ഏതൊരു ഉത്സവത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു ഡിപ്രഷനിലാണെങ്കിലും, സന്തോഷത്തിന്റെ ഏത് ആറാട്ടിലാണെങ്കിലും താങ്കൾക്ക് നല്ല കൈത്താങ് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി. എനി ടൈം എനിവേർ ലേണിംഗ് എന്നുള്ളതാണ് ഇഗ്നോയിലെ മറ്റൊരു മന്ത്ര. ഒരു ചെറിയ ഒരു മൊബൈൽ, ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു PC, ഒരു ടാബ്, ഒരു ലാപ്ടോപ്പ്, ഇതെല്ലാം തന്നെ താങ്കളെ ഈ ലോകത്തുള്ള എല്ലാ കണ്ണികളെയും കൂട്ടിയോജിപ്പിക്കുന്നു, പഠനത്തിന്റെ കണ്ണികളെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രം ജ്ഞാൻ ദർശൻ 1, ജ്ഞാൻ ദർശൻ 2 എന്ന് പറയുന്ന 2 എഡ്യൂക്കേഷണൽ ചാനൽ ഉണ്ട്. മാത്രമല്ല ജ്ഞാൻ വാണി എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷൻസ്, ആകാശവാണി പോലെ ജ്ഞാൻ വാണി എന്നുള്ള റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. ട്രാൻസ്മിഷൻസ് ടൈമിങ് 24/7 എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലെ 24 മണിക്കൂർ, എല്ലാ ദിവസവും 24 മണിക്കൂറും അതിന്റെ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അതിന്റെ ഷെഡ്യൂൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കി വെക്കാം. ടെലികോൺഫറൻസിങ് ഷെഡ്യൂൾസ് എപ്പോഴൊക്കെയാണ്, ജ്ഞാൻ ദർശന്റെ ഷെഡ്യൂൾസ് എപ്പോഴൊക്കെയാണ്, ടൈം ടേബിൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ക്ലാസ്സുകൾ എപ്പോഴൊക്കെയാണ്, അത് താങ്കൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് നൽകുന്നത്? ആകാശവാണിയിലൂടെ ക്ലാസ്, ദൂരദർശൻ പോലെ TV-യിൽ ക്ലാസ്സുകൾ നൽകുന്ന ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഇഗ്നോ അല്ലാതെ മറ്റൊന്നുള്ളത്? അതുപോലെ തന്നെയാണ് ജ്ഞാൻ ധാര എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒഴുക്ക് എന്നുള്ളത് അറിയാം. അപ്പൊ ഇഗ്നോ ജ്ഞാൻ ദർശൻ വെബ്കാസ്റ്റ് നമുക്ക് ഇതിനു വേണ്ടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ജ്ഞാൻ ധാര എന്നുള്ളതിന്റെ ഒരു ഷെഡ്യൂളാണ്. ഈ ഓഗസ്റ്റ് 2022 ഇപ്പോൾ നടക്കുന്നതിന്റെ ടൈം ടേബിൾ ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്നു. ഇതിൽ ഓരോന്നിലും തന്നെ ക്ലിക്ക് ചെയ്താൽ പല 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 പ്രോഗ്രാമുകൾക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കുന്നതനുസരിച്ച് താങ്കൾക്ക് ഇവിടെ വീഡിയോ ലഭ്യമാണ്. ഞാൻ ഇത് മനഃപൂർവ്വം ഇവിടുത്തെ വീഡിയോ ഒന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലെ നിങ്ങളുടെ ജ്ഞാൻ ദർശനിലൂടെ നിങ്ങളുടെ ഷെഡ്യൂൾ മനസ്സിലാക്കി നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് പോകാം. ഇഗ്നോയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, 1 രൂപ പോലും മുടക്കിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇഗ്നോയുടെ ക്ലാസ്സുകൾ ലഭ്യമാണ്. കാശിന് വേണ്ടി അല്ല ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് UGC ഇഗ്നോയെ ഈ നൂലാമാലകൾ എന്നുള്ള റെഗുലേഷനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. താങ്കൾ അതിനേക്കാൾ മേലെയാണ് എന്ന് പറയുന്നത് UGC എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതും ഇഗ്നോയ്ക്കും UGCക്കും എന്താണ് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർ രണ്ടുപേരുടെയും പങ്കാളിത്തം എന്താണ് എന്ന് അടുത്ത സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സ്വയംപ്രഭ ചാനൽ അറ്റ് ഇഗ്നോ, സ്വയംപ്രഭ എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ചാനലിലൂടെ ചാനൽ 17 സോഷ്യൽ സയൻസസിന്റെയും അതുപോലെ തന്നെ ചാനൽ 18 നമുക്ക് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സുകളുടെയും ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെയും അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസിന്റെയും ട്രാൻസ്ലേഷൻ സ്റ്റഡീസിന്റെയും ട്രെയിനിങ്ങിനെയും പറ്റിയുള്ള ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റിനെ എല്ലാം തന്നെ ചാനൽ 17, 18, 19, 20 സ്വയംപ്രഭ ചാനലിലൂടെ നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നു. ആർച്ചീവ്സിലെ വീഡിയോ ആയിട്ടും കറണ്ട് ഷെഡ്യൂൾ ആയിട്ടും നമുക്ക് വീഡിയോസ് ക്ലാസ്സുകൾ കിട്ടുന്നു.
മനസ്സിലാക്കുന്നു. ഇത് ഇഗ്നോയുടെ 20ാമത്തെ പ്രത്യേകതയാണ്. നമ്പർ 1 ഈ ലോകത്ത് ആകാനുള്ള, ഇന്ത്യയിലാകാനുള്ള 20ാമത്തെ. ഈ 4 തരം ചാനലുകളിലൂടെ, ഒരു ചാനലല്ല 4 തരം ചാനലുകളിലൂടെ, സ്വയംപ്രഭ ചാനലുകളിലൂടെ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ഏറ്റവും വലിയ ഒരു സംഗതി, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ UGCയോടൊപ്പം തന്നെ ഇഗ്നോ ഒരു സ്വതന്ത്ര സ്ഥാപനമായി നിന്നുകൊണ്ട് UGC മൂക്സ്, എന്താണ് മൂക്സ്? മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. മാസീവ്, ലോകം മുഴുവനും എല്ലാവർക്കും വലിയ സംഖ്യ, അതാണ് മാസീവ്. ജനലക്ഷങ്ങൾക്ക്, ജനകോടികൾക്ക് ഓൺലൈനായി ഓപ്പണായി നൽകുന്ന കോഴ്സസ്, UGC നൽകുന്ന കോഴ്സസ്, സംഘടനാപരമായി ഒത്തുപിടിക്കുന്ന നാഷണൽ കോർഡിനേറ്റേഴ്സ്, രാജ്യവ്യാപകമായുള്ള കോർഡിനേറ്റേഴ്സ് ആണ്. ഒന്ന് ഇഗ്നോ, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. 2 നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. ഇന്ത്യ മുഴുവനുമുള്ള എല്ലാ CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് NCERT ആണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ SCERT ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവയ്ക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന 3 അരയന്നങ്ങളുടെ എംബ്ലമുള്ള ഈ മഹത്തായ NCERTയും ഒരു പങ്കാളിത്തമാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ള NIOSും ഇതിന്റെ ഒരു പങ്കാളിയാണ്. അതുപോലെ തന്നെ UGCയും പങ്കാളിയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു UGC മൂക്സ് സ്വയം എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ഇഗ്നോ അതിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ട്ണറാണ് എന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ട് തന്നെയാണ് ഇഗ്നോ ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആകുന്നത്. ഇവിടെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഇതിന്റെ പങ്കാളികളല്ല, എല്ലാവരും ഗുണഭോക്താക്കളാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്നാണ് ഇവിടെ സ്വയം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയിലെ, കേരളത്തിലെ അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ സ്വയം പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിലരെല്ലാം ക്ലാസുകൾ എടുക്കുന്നുണ്ട്, അക്കാഡമീഷ്യൻസ് ക്ലാസുകൾ എടുക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിലെ നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ 2, 4, 6, 8, 9 സ്ഥാപനങ്ങളെ മാത്രമാണ്. ഈ UGCയുടെ കീഴിലാണ് നമ്മുടെ ഓരോ കോളേജുകളും വരുന്നത്, ഓരോ യൂണിവേഴ്സിറ്റിയും, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഇഗ്നോ എന്നുള്ള യൂണിവേഴ്സിറ്റി ഒഴികെ മറ്റുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഇതിന്റെ ചുവട്ടിലാണ് വരുന്നത്. IIT, IIM തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം AICTE, ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് വരുന്നത്. ഇഗ്നോ ഒരു സ്വയംഭരണ സ്ഥാപനമായി ഇവിടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് ഈ IMB, ഇന്ത്യൻ മാനേജ്മെന്റ് ഫോർ ബിസിനസ് ആക്ടിവിറ്റീസിനുള്ള ആ ഒരു IMB, ഇവിടെ IIT എല്ലാം ഇതിന്റെ അകത്തേക്ക് വരുന്നു. അങ്ങനെയുള്ള NIOS, NPTEL, UGC തുടങ്ങിയവയെല്ലാം ഒത്തൊരുമയോട് കൂടിയിട്ടാണ് സ്വയം എന്നുള്ള ഒരു പ്രോഗ്രാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അക്വയർ സ്കിൽസ് ദാറ്റ് മീറ്റ് യുവർ നീഡ്സ് എന്നുള്ള ഒരു മഹത്തായ ഒരു ആശയത്തിലേക്കാണ് സ്വയം നമ്മെ കൊണ്ട് എത്തിക്കുന്നത്. ഇത് 22ാമത്തെ പ്രത്യേകതയാണ് ഇഗ്നോ നമ്പർ 1 ആകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് സ്വയം പ്രഭ ചാനലിലെ പാർട്ട്ണർ ആൻഡ് കോർഡിനേറ്റേഴ്സിലെ ഇഗ്നോ തലയെടുപ്പോടുകൂടി ഇവിടെ ഇഗ്നോ നിൽക്കുന്നുണ്ട്, NPTEL നിൽക്കുന്നുണ്ട്, NCERT ഉണ്ട്, NIOS ഉണ്ട്, അതുപോലെ തന്നെ UGC ഉണ്ട്. ഇവയെല്ലാം തന്നെ ഇതിലെ കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഭാരത സർക്കാർ അഭിമാന പുരസ്സരം നൽകുന്ന ഒരു പ്രത്യേക എഡ്യൂക്കേഷണൽ പരമ്പരയാണ് സ്വയം പ്രഭ ചാനൽ എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ 4 ചാനൽ ഇഗ്നോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. ആകെ ഉള്ള 20 ചാനലിൽ 4 ചാനൽ ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഈ 25 പ്രോഗ്രാമുകളിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ ഏറ്റവും തലയെടുപ്പോടുകൂടി നമ്മളുടെ ലോകത്തിലേക്ക് ഉള്ളപ്പോൾ താങ്കളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ വിട്ടുമായുകയാണ്. എന്താണ് താങ്കളുടെ മുമ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ചോദ്യം? ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, ഞാൻ എന്ത് ചെയ്യണം? പലരും പറയുന്നു ഇഗ്നോ ടഫാണ് എന്ന്. അതെ, ഉഴപ്പന്മാർക്ക് ടഫാണ്. താങ്കൾ ദിവസം 1 മണിക്കൂർ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? മാനേജറിയൽ പ്രോഗ്രാമും പ്രാക്ടിക്കൽ ഓറിയന്റഡ് സയൻസ് പ്രോഗ്രാമും മറ്റ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാമും ചെയ്യുമ്പോൾ ഒരു ദിവസം വെറും 2 മണിക്കൂർ പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ താങ്കൾക്ക് ധൈര്യത്തോടുകൂടി ഇഗ്നോയിലേക്ക് കടന്നു വരാം. വളരെ നല്ല പ്രോപ്പർ ഗൈഡൻസ് നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നിരന്തരം താങ്കൾക്ക് നൽകുന്നു. താങ്കൾ സ്ഥിരമായി നോട്ട് ഫോളോ ചെയ്യുക മാത്രം ചെയ്താൽ മതി.
മതി. ഇഗ്നോയിലുള്ള അറിയിപ്പുകൾ എല്ലാം തന്നെ പോസിറ്റീവ് എനർജിയോടുകൂടി താങ്കൾക്ക് ഒരു കാരണവശാലും നെഗറ്റീവ് എനർജി താങ്കൾക്ക് നൽകുന്നില്ല. അയ്യോ ഇഗ്നോ അങ്ങനെ ചെയ്തേ, അയ്യോ ഇഗ്നോ ഇങ്ങനെ ചെയ്തേ, മാർക്ക് കുറയ്ക്കുന്നേ, അങ്ങനെ നടത്തുന്നേ, ഇങ്ങനെ നടത്തുന്നേ, എല്ലാം നെഗറ്റീവ് എനർജി വെറുതെ പ്രചരണം കിട്ടാൻ വേണ്ടി പലരും അഴിച്ചുവിടുന്ന തന്ത്രങ്ങളാണ്. നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളാണ് മിടുക്കനാണ്. നിങ്ങൾ മിടുക്കനാണ് എങ്കിൽ 15 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം സർവീസ് ഉള്ള PhD ഉള്ള കേരളത്തിലെ തലയെടുപ്പുള്ള കോളേജുകളാണ് ഇഗ്നോയിലെ പഠന കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ് തലയെടുപ്പുള്ളത്? കണ്ണൂർ മുതൽ നമുക്ക് തുടങ്ങാം. കണ്ണൂരിലെ SN കോളേജ്, JDT ഇസ്ലാം, അൽ ഫാറൂഖ്, ഓക്കെ, സെന്റ് മേരീസ്, സുൽത്താൻ ബത്തേരി, കൂത്തുപറമ്പ്, നിർമ്മലഗിരി, അങ്ങനെ ഒരുപാട് കോളേജിൽ, PSMO കോളേജ്, MES കോളേജ് ആലുവ എടത്തല, MCT കോളേജ് മലപ്പുറം, PSMO കോളേജ് പോലെ തന്നെ എടവണ്ണയിലെ കോളേജ്, അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ വന്നാൽ തൃശ്ശൂരിലെ ശ്രീ കേരളവർമ്മ കോളേജ്, അങ്ങനെയുള്ള ഞാനിപ്പോ മേലിന്ന് താഴെ തൃശ്ശൂർ വരെ വന്നു. അതിന്റെ ഇടയ്ക്ക് 5-6 കോളേജുകൾ വേറെയുമുണ്ട്. മഞ്ചേരിയിലുണ്ട്, നിലമ്പൂരിലുണ്ട്, പല സ്ഥലത്തും നമുക്ക് സ്റ്റഡി സെന്ററുകളുണ്ട്. അതുപോലെ തന്നെ ഡീപോൾ, അങ്കമാലി ഏറ്റവും വലിയ സോഷ്യൽ വർക്ക് കോളേജ്, കൊച്ചിൻ കോളേജ്, റാംസ് കോളേജ്, അതുപോലെ തന്നെ നമുക്ക് കാത്തലിക് സിറിയൻ കോളേജ്, സെന്റ് പോൾ കോളേജ്, അത് CMS കോളേജ്, കോട്ടയം CMS കോളേജ്, പാലയിലെ സെന്റ് തോമസ് കോളേജ്, അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലുള്ള കോളേജ്, പത്തനംതിട്ടയിലെ കാത്തലിക് കോളേജ്, മാർ ഇവാനിയസ് കോളേജ് തിരുവനന്തപുരത്തിലെ, അതുപോലെ ഇങ്ങനെ രാജ്യം വ്യാപകമായി ഞാൻ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ ഏകദേശം 70-ൽ പരം സ്റ്റഡി സെന്ററുകൾ നമുക്ക് കേരളത്തിലുണ്ട്. പ്രശസ്തമായ സ്റ്റഡി സെന്ററുകളാണ് ഉള്ളത്. അവയിലെല്ലാം തന്നെ മനോഹരമായ പ്രോഗ്രാമുകൾ തരും. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ ഇഗ്നോയ്ക്കെതിരെ പറയുന്നവർക്കെല്ലാം താങ്കൾ ശക്തമായ താക്കീത് നൽകുക. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, ലോ കോസ്റ്റ്, ചെലവ് ചുരുങ്ങിയ ₹1 പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാതെ നിങ്ങൾക്കുള്ള എല്ലാ പഠന ഉപകരണങ്ങളും നൽകുന്ന ഈ മഹത്തായ യൂണിവേഴ്സിറ്റിയെ താങ്കൾ എന്നും സ്മരിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അൺഎയ്ഡഡ് ലോബിയുടെയും എഡ്യൂക്കേഷണൽ മുതലാളിമാരുടെയും ഒരു ചങ്ങല താങ്കൾക്ക് ചുറ്റിലും വച്ച് അവർ താങ്കളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അതല്ല, അത് ടഫാണ്, അത് ഇങ്ങനെയാണ് എന്നുള്ള കുപ്രചരണങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 25 കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. താങ്കൾ അന്വേഷിക്കുക, സ്വയമേ അന്വേഷിക്കുക, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക, ഒരു ചെറിയ പരീക്ഷണം നടത്തുക, ഒരു ചെറിയ നിരീക്ഷണം നടത്തുക. താങ്കളിലെ ഒരു സ്വോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് മനസ്സിലാക്കി ഏതാണ് നല്ലത്, എങ്ങനെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നല്ല മൂല്യമുണ്ടോ എന്ന്. ഇഗ്നോയുടെ മൂല്യം ഇന്ത്യ മുഴുവനും അംഗീകരിച്ചതാണ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഞാൻ പറയുന്നത് അവസാനത്തെ വാക്കാണ്, ശ്രദ്ധിച്ചോളൂ ഈ വീഡിയോയിലെ. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ എല്ലാ PSCയും ഇഗ്നോയുടെ കോഴ്സുകളെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ്. ഇഗ്നോയുടെ കോഴ്സുകൾ അംഗീകരിക്കുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ ഒരു രസം പറഞ്ഞു തരാം. വെറുതെ താങ്കൾ അവിടുന്ന് ഒന്നും പറയാതെ പിന്നോട്ട് വരിക, 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കുക, വെള്ളക്കടലാസിൽ നിങ്ങൾക്ക് അറിയാവുന്ന പച്ച മലയാളത്തിൽ വിവരാവകാശം 2005 പ്രകാരം ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം ചോദിക്കുക. 2005 വിവരാവകാശം 2005 പ്രകാരം എനിക്ക് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. 1. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? ഉത്തരം ഇല്ല. കയ്യിൽ കിട്ടിയതാണ്. ഓക്കെ, നിയമസഭ അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടുണ്ടോ? ഉണ്ട്. UGC ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിച്ച് കുട്ടികളെ പച്ച മലയാളത്തിൽ തന്നെ എഴുതിക്കോളൂ, എടങ്ങേറാക്കരുത്. അതിനെ ഇഗ്നോ UGCയുടെ റെഗുലേഷനിൽ നിന്ന് ഇഗ്നോയെ ഒഴിവാക്കിയിരിക്കുന്നു അഥവാ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിച്ച് വെറും 10 രൂപയുടെ ഒരു റവന്യൂ സ്റ്റാമ്പ് 20 അത് എന്നിട്ട് നന്നായിട്ട് മടക്കി നിങ്ങൾ ഏത് കോളേജിലേക്കാണോ ഉദ്ദേശിക്കുന്നത് ആ കോളേജിലേക്ക് 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച്
പോസ്റ്റലിൽ ചോദിച്ചോളൂ, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ചോദിച്ചോളൂ. ഞാൻ ഉറപ്പ് പറയുന്നു 30 ദിവസത്തിനകം താങ്കൾക്ക് ഏറ്റവും ശുഭകരമായ വർത്തമാനം കിട്ടും. അത് മാത്രമേ താങ്കൾക്ക് ഇനി ചെയ്യാനുള്ളൂ. വെറുതെ എന്തിനാണ് അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അവർ പറഞ്ഞു. എത്ര രൂപ ഇപ്പൊ ചെലവായി? 22 10 32 രൂപ, 3 രൂപയുടെ ഒരു കവർ. 35 രൂപയിലെ 35,000 രൂപ, 3.5 ലക്ഷം രൂപ താങ്കൾക്ക് ലാഭം കിട്ടുകയാണ്. ഒരു BSc സയൻസ്, BSc ജിയോഗ്രഫി, BSc സുവോളജി, BSc ബോട്ടണി, BSc മാത്തമാറ്റിക്സിന് വെറും 15,000 രൂപയിൽ താഴെ മാത്രം 3 കൊല്ലത്തിന് ഫീസ് വാങ്ങിച്ച് നല്ലൊരു സയൻസ് സ്ഥാപനം നടത്തുന്ന ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പുകഴ്ത്താതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. എല്ലാ നന്മകളും താങ്കൾക്കുണ്ടാകട്ടെ. ഈ സന്തോഷ വർത്തമാനം ലോകം മുഴുവനും താങ്കൾ അറിയിക്കാൻ തയ്യാറാവുക. ഒപ്പം നോട്ട്സ് നിരന്തരം വാച്ച് ചെയ്യുക. 1000-ൽ പരം വീഡിയോസിലായി ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാൻ എനിക്ക് കഴിവുണ്ടാകുമാറാകട്ടെ. താങ്കളുടെ പ്രാർത്ഥന എനിക്കും വേണ്ടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ഒപ്പം താങ്കൾക്ക് നല്ല മാനസിക ശാരീരിക ആരോഗ്യം ഉണ്ടാകട്ടെ. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും എല്ലാവിധ ക്ഷേമങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.